ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽ റുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് എന്തിനാണ് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിൽ മെറ്റ്ഫോമിൻ എന്നുള്ള ഗുളിക ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഈ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രോബ്ലമാണ്. ഇൻസുലിൻ എന്നുള്ളത് ഒരു ഹോർമോണാണ്. ഈ ഇൻസുലിൻ ഹോർമോണാണ് ശരീരത്തിലെ ഗ്ലൂക്കോസിനെ നമ്മുടെ സെല്ലുകൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പാകപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ ശരിയായ രീതിയിൽ നടക്കില്ല. അപ്പോൾ ഇങ്ങനെ ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ ശരിയായ രീതിയിൽ നടക്കാതെ വരുമ്പോൾ ഈ ഇൻസുലിൻ്റെ തകരാറ് വരുമ്പോൾ ആ തകരാറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. പക്ഷേ ആ ഇൻസുലിൻ്റെ ക്വാളിറ്റിയും പ്രവർത്തനവും നല്ലതായിരിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ടുള്ള ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടായാൽ ആ ഇൻസുലിൻ ഓവറിയിൽ പ്രവർത്തിച്ചിട്ട് ഓവറിയിലെ ഫോളിക്കിൾസിൻ്റെ വളർച്ചേനെ കുറയ്ക്കും. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകൾ ഉണ്ടാവുന്നതിൻ്റെ ബാലൻസിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതേപോലെ ആൻഡ്രജൻ എന്നുള്ള ഹോർമോണ് ശരീരത്തിൽ കൂടുതലുണ്ടാവുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരാം, അണ്ടോൽപാദനം ശരിയായ രീതിയിൽ നടക്കാതെ വരാം, മുഖത്ത് കുരുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ അതേപോലെ രോമവളർച്ച ഉണ്ടാവാനും കാരണമാകാറുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് പോളിസിസ്റ്റിക് ഓവറിയുടെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് വരുന്നത് ഈ ഇൻസുലിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഈ മെറ്റ്ഫോമിൻ എന്നുള്ള ഗുളിക ഇൻസുലിൻ സെൻസിറ്റൈസിങ് ടാബ്ലറ്റ് ആണ്. അപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ ഈ ഇൻസുലിൻ്റെ പ്രവർത്തനം, ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് ഇല്ലാതാക്കാനും അതുവഴി ഇൻസുലിൻ്റെ പ്രവർത്തനം ശരിപ്പെടുത്താനും, അങ്ങനെ വരുമ്പോൾ ഗ്ലൂക്കോസ് ഉപയോഗം ശരിയായ രീതിയിൽ കോശങ്ങൾക്ക് നടക്കാനും ഗ്ലൂക്കോസ് മെറ്റബോളിസം ശരിപ്പെടുത്താനും സാധിക്കും. അതുകൊണ്ടാണ് പോളിസിസ്റ്റിക് ഓവറിയിൽ മെറ്റ്ഫോമിൻ എന്നുള്ള ഗുളിക കൊടുക്കുന്നത്. അപ്പോൾ ഈ മെറ്റ്ഫോമിൻ എന്നുള്ള ഗുളിക ഡയബറ്റീസിനും കൊടുക്കുന്നതാണ്. അപ്പോൾ ഡയബറ്റീസിൻ്റെയും പ്രശ്നം ഇൻസുലിൻ റെസിസ്റ്റൻസും ഇൻസുലിൻ്റെ പ്രവർത്തനത്തിലുള്ള പ്രശ്നങ്ങളുമാണ്. അതുവഴിയാണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നത്. അപ്പോൾ ഈ മെക്കാനിസം PCODയുടെ മെക്കാനിസവും ഡയബറ്റീസിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണവും എല്ലാം ഒന്നായതുകൊണ്ടാണ് ഒരേ ഗുളിക തന്നെ ഡയബറ്റീസിനും PCODക്കും കൊടുക്കുന്നത്.